ഹായ്, ഞാൻ ഡോക്ടർ വിനീത, കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസറാണ്. ടോഡ്ലർ ഗ്രൂപ്പിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ടെമ്പർ ടാൻട്രംസ്. ടെമ്പർ ടാൻട്രംസ് എന്ന് വെച്ചാൽ അമിതവാശി, ദുശ്ശാഠ്യം എന്നൊക്കെ നമ്മൾ പറയും. ടെമ്പർ ടാൻട്രംസ് കുറച്ച് മുതിർന്ന കുട്ടികളിലും കാണാറുണ്ട്. അപ്പം ടീനേജിലോട്ട് കടക്കുന്ന കുട്ടികളിലും അഡോളസെന്റ് ഗ്രൂപ്പിൽപ്പെട്ട കൗമാരപ്രായത്തിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ ടെമ്പർ ടാൻട്രംസ് വരാം. അപ്പം ഒന്ന് ഹഗ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു മെത്തേഡാണ്. അപ്പൊ കുട്ടികളുടെ കൈ രണ്ടും ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് പാമ്പർ ചെയ്ത് അപ്പൊ അവർ കൂളാവും. നമ്മൾ മുതിർന്നവർക്കാണ് ദേഷ്യം വരുമ്പോൾ നമ്മളെ ആരെങ്കിലും കെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളൊന്ന് കൂളാവും, അല്ലേ? അത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് വേണ്ടത് അതാണ്, ഒരു സപ്പോർട്ട്, നമ്മുടെ ഒരു വാംത അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കുട്ടി ആ ദേഷ്യമൊക്കെ വിട്ട് നമ്മുടെ വരുതിക്ക് വരും. അല്ലാതെ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടിയുടെ മേളിൽ പിന്നെയും ഷൗട്ട് ചെയ്തൊന്നും ആലോചിച്ച് നോക്കും, രണ്ടും കൂടുതൽ വഷളാവേ ഉള്ളൂ, അല്ലേ? അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നീട് ഒരു കാര്യം, ഓപ്ഷൻസ് കൊടുക്കുക കുട്ടിക്ക്. ഓപ്ഷൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഷൂ ഇടാൻ സമ്മതിക്കാത്ത കുട്ടി. അപ്പൊ കുട്ടിക്ക് ഒന്നിൽ കൂടുതൽ ഷൂ ഉണ്ടാവാം, സാൻഡൽസ് ഉണ്ടാവാം. അപ്പൊ കുഞ്ഞിനോട് തന്നെ ചോദിക്കാം, നീ ഏതാണ് ഇടുന്നത്? ഇന്നത്തെ ഫംഗ്ഷൻ പോകുമ്പോൾ നീ ഏതാണ് ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ യെല്ലോ സാൻഡൽസ് ആണോ, അല്ലെങ്കിൽ റെഡ് ഷൂ ആണോ? അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ ആ കുഞ്ഞിന്റെ മുന്നിലോട്ട് കൊടുക്കുമ്പം അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് കൂടെയാണ് കടന്നു വരുന്നത്. അത് വളരെ നല്ലൊരു മെത്തേഡാണ്. പിന്നെ അടുത്തൊരു കാര്യം, ചെറിയ ചെറിയ അപ്രീസിയേഷൻസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ ഫംഗ്ഷന് പോയപ്പോൾ ഇട്ട ഷൂ വളരെ നന്നായിരുന്നു, എത്ര പേരാ പറഞ്ഞത് സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങൾ നമ്മളെ വഴിക്ക് വരും. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ടെമ്പർ ടാൻട്രംസ് കുറേയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും.